മലയാള സിനിമാ പ്രേക്ഷകരുടെ ദൃശ്യബോധത്തെയും ആസ്വാദന നിലവാരത്തെയും എക്കാലത്തും കൃത്യമായി സ്വാധീനിച്ചിട്ടുള്ള മുൻനിര സംവിധായകനാണ് എം പത്മകുമാർ. വർഗം, വാസ്തവം, ഷിക്കാർ, ജോസഫ് തുടങ്ങിയ മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൂടെ മലയാളിക്ക് പരിചിതനായ അദ്ദേഹം വീണ്ടും ഒരു ശക്തമായ പോലീസ് സ്റ്റോറിയുമായി എത്തിയിരിക്കുകയാണ്. റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച ഉയർ എന്ന പുതിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത്. വെറും ഒരു കൊലപാതകവും അതിന്റെ പുറകെ പോകുന്ന പോലീസും എന്നതിലുപരി പ്രേക്ഷകനെ തുടക്കം മുതൽ ഒടുക്കം വരെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കണ്ണൂരിലെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ പ്രൊബഷണറി സബ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്ന അജീബ് റഹ്മാൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. ബാപ്പയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സമാധാനപൂർണമായ ജീവിതം നയിക്കുമ്പോഴും കുട്ടിക്കാലത്ത് ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഒപ്പമുണ്ടായിരുന്ന സഹോദരിയെ നഷ്ടപ്പെട്ടതിന്റെ കനലടങ്ങാത്ത ആഴമേറിയ ദുഃഖം അജീബിന്റെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്നുണ്ടായിരുന്നു. അജീബ് ചുമതലയേറ്റ ദിവസങ്ങൾക്കകം സ്റ്റേഷൻ പരിധിയിലുള്ള കൊടുമ്പള്ളിയിലെ വിജനമായൊരു പഴയ കിണറ്റിൽ നിന്ന് ഒരു അജ്ഞാത യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നതോടെയാണ് കഥയുടെ യഥാർത്ഥ സ്വഭാവം മാറുന്നത്. പ്രഥമ ദൃഷ്ട്യാ അതൊരു സാധാരണ അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും കേസിന്റെ ആഴങ്ങളിലേക്ക് അജീബ് ഇറങ്ങിച്ചെന്നതോടെയാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും ചുരുളഴിയുന്നത്. കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായ നിരവധി സ്ത്രീകളുടെ കാണാതാകൽ കേസുകളുടെ ഞെട്ടിക്കുന്ന വേരുകളായിരുന്നു അത്. തീവ്രമായ അന്വേഷണത്തിനൊടുവിൽ ഉപജീവനത്തിനായി കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ശോഭ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്ന് അജീബ് തിരിച്ചറിയുന്നു. ആ കൊലപാതകത്തിന്റെ നിഗൂഢമായ ചുരുളഴിക്കാൻ അജീബും സീനിയർ സഹപ്രവർത്തകനായ ജോയിയും ചേർന്ന് നടത്തുന്ന അന്വേഷണമാണ് ചിത്രത്തിന്റെ കാതൽ. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ തിരക്കഥയും റിയലിസ്റ്റിക് ആയ മേക്കിംഗ് ശൈലിയുമാണ്. ഇലവീഴ പൂഞ്ചിറയിലൂടെ ശ്രദ്ധേയനായ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജി മാരാടും നിഖിൽ കെ മേനോനും ചേർന്ന് ഒരുക്കിയ തിരക്കഥയിൽ പോലീസിന്റെ യഥാർത്ഥ അന്വേഷണ രീതികളും നിയമപരമായ വശങ്ങളും യാതൊരുവിധ കൃത്രിമവും ഇല്ലാതെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷ നിലനിർത്തുവാനും വൈകാരികമായ അടിത്തറ നൽകുവാനും ഈ മികച്ച സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അഭിനേതാക്കളുടെ തകർപ്പൻ പ്രകടനമാണ് ഉയിരിന്റെ മറ്റൊരു വലിയ പോസിറ്റീവ് വശം. നായകനായ പ്രൊബേഷണറി SI അജീബ് റഹ്മാൻ എന്ന കഥാപാത്രത്തെ റോഷൻ മാത്യു തികച്ചും പക്വതയോടെയാണ് അവതരിപ്പിച്ചത്. ഒരു തുടക്കക്കാരനായ പോലീസുകാരൻ സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കുമോ അതിന്റെ പരിചയമില്ലായ്മയും കഠിനാധ്വാനവും റോഷന്റെ ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലും കൃത്യമായി കാണാം. മറ്റൊരു പ്രധാന പോലീസ് വേഷണത്തിലെത്തിയ ബൈജു സന്തോഷ് കോമഡി ട്രാക്കുകളിൽ നിന്നും മാറി തന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചൊരു മുഴുവൻ സമയ പോലീസ് കഥാപാത്രത്തെയാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. ശോഭ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രുതി മേനോന്റെ പ്രകടനവും വൈകാരികമായ രംഗങ്ങളിലുള്ള മെയ്വഴക്കവും ഏറെ മികച്ചു നിന്നു. വിനീത് തട്ടിൽ, ദിവ്യ M നായർ, ഷാജു ശ്രീധർ, ശ്രീകാന്ത് മുരളി, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ബോളിവുഡ് താരങ്ങളായ സയാമി ഖേർ, മഹേഷ് ഷെട്ടി എന്നിവരുടെ അതിഥി വേഷങ്ങളും ചിത്രത്തിന് കരുത്തു പകരുന്നുണ്ട്. അഭിനേതാക്കളുടെ ഈ റിയലിസ്റ്റിക് സ്വാഭാവികത സിനിമയുടെ ഗൗരവ സ്വഭാവം നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ ഛായാഗ്രഹണം കണ്ണൂർ, കുടക്, മുംബൈ തുടങ്ങിയ വിവിധ ലൊക്കേഷനുകളുടെ നിഗൂഢതയും ഭംഗിയും ഒപ്പിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. മണികണ്ഠൻ അയ്യപ്പന്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സിനിമയുടെ സസ്പെൻസ് മൂഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർന്ന് തിയേറ്ററുകളിൽ ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ പൂർണ്ണമായ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നു. സിനിമയുടെ രണ്ടാം പകുതിയിലെ ചില ഘട്ടങ്ങളിൽ തിരക്കഥയിൽ ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നുണ്ടെന്ന് എന്നത് ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കാം. എങ്കിൽ പോലും രഞ്ജൻ എബ്രഹാമിന്റെ കൃത്യതയാർന്ന എഡിറ്റിംഗ് സിനിമയെ എവിടെയും മടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കഥാഗതിയിലെ സ്വാഭാവികമായ ട്വിസ്റ്റുകളും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് തന്നെ ചിത്രത്തിൽ മനോഹരമായി പ്ലേസ് ചെയ്യാൻ എഡിറ്റിംഗിന് സാധിച്ചിട്ടുണ്ട്. വെറുമൊരു കൊലപാതകവും അതിന്റെ പുറകെ പോകുന്ന പോലീസും എന്നതിലുപരി സമൂഹത്തിൽ നടക്കുന്ന ചില ഗൗരവമേറിയ യാഥാർത്ഥ്യങ്ങളിലേക്കും മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങളിലേക്കും ഈ ചിത്രം വിരൽ ചൂണ്ടുന്നുണ്ട്. അനാവശ്യമായ സിനിമാറ്റിക് അതിഭാവത്വങ്ങളില്ലാതെ മാസ് ഡയലോഗുകളോ ഇല്ലാതെ ഒരു ഡാർക്ക് ക്രൈം ഡ്രാമയുടെ അനുഭൂതിയാണ് പത്മകുമാർ ഇവിടെ സമ്മാനിക്കുന്നത്. വാവ് സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ത്രിവിക്രമൻ നിർമ്മിച്ച ഈ ഉയിർ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല. മലയാള സിനിമയുടെ പ്രൊഫഷണൽ മേക്കിംഗ് രീതികളെയും മികച്ച കഥാപരിസരങ്ങളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിയും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒന്നാണ് ഉയർ. ഈ സിനിമ തിയേറ്ററിൽ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിന്റെ തിരക്കഥ മികവിനെ കുറിച്ചുള്ള ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ആഴത്തിലുള്ള സിനിമാറ്റിക് വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമ്മ്യൂണിറ്റി ചർച്ചകളുടെ ഭാഗമാകാനും മറക്കരുത്.